എടാ മാധവ് സുരേഷേ, നാണം ഉണ്ടെങ്കിൽ നീ നിനക്ക് എവിടെ നാടാ കിട്ടിയത്? ഞാൻ പൈസ വാങ്ങിച്ചത്. നിങ്ങളിങ്ങനെ ബഹളം വെക്കല്ലേ? ഫ്രോഡുകൾക്ക് ഇത്ര മര്യാദയേ ഉള്ളൂ. ഇനി ഞാൻ ഒച്ച എടുത്ത് സംസാരിക്കും. എടാ താടി, കള്ളത്താടി, പരട്ടത്താടി, നിന്നെ ഞാൻ പൊക്കിയിരിക്കും കേട്ടോ. പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു? ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ? നിന്റെ കുടുംബത്ത് കയറി വന്നോ? ഇല്ലല്ലോ. കുറെ നാളുകളായിട്ട് കുറെ പട്ടികൾ, എടാ പട്ടികളെ, ആ പട്ടികളോടാൻ പറയുന്നത് നമ്മളെയാണല്ലോ മച്ചമ്പി. ഞാൻ കാശ് വാങ്ങിച്ചിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്. വാട്ട് ദ ഫക്ക്? ചേച്ചിയുടെ ക്രൂരമായ വിളയാട്ടത്തിൽ നമുക്ക് കഴിഞ്ഞെല്ലാം മറക്കാം. ഇതെങ്ങനെ മറക്കും? എങ്ങനെയാണ് കാശ് വാങ്ങിക്കുക? നീയും നിന്റെ തന്തമാരെല്ലാരും കൂടെ ഒരു ചാക്കിൽ കിട്ടിയിട്ട് ഈ കാശ് പിന്നെ എൻ്റെ ഫ്ലാറ്റിന്റെ ഫ്രണ്ടിൽ സെക്യൂരിറ്റിന് എടുത്ത് കൊടുക്കണം. എന്നിട്ട് ഞാൻ ആ കാശ് എടുത്തിട്ട് ഞാൻ തീരുമാനിക്കുകയാണോ ഈ സിനിമയ്ക്ക് പോസിറ്റീവ് പറയണോ നെഗറ്റീവ് പറയണമെന്ന്. വെറുതെ ഇല്ലാത്ത പറഞ്ഞ് നടന്നാണ്ടല്ലോ കുറിപ്പ്. ഓപ്പരം പഠിച്ചൊന്നും ഞാൻ നോക്കൂല. ചവിട്ടി ചുമരുമ പറ്റിച്ചാൽ. ഓക്കെ, സുരേഷ് ഗോപിന്റെ മോനാണ് മേധവ് സുരേഷ്. ഇന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് പറയുവാണ്, പ്രസ് മീറ്റ് വിളിച്ചിട്ട് പറയുവാണ്, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. എടാ, ഒരു പറയുമ്പോൾ ഒരു മിനിമം മര്യാദ വേണം. എന്നെ നാണം കേട്ട് 1 ലക്ഷം ഉലുവയോ നിന്റെ തീട്ടപ്പടത്തിന് കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. 1 ലക്ഷം രൂപ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും കൊടുത്താൽ പോലും ഒരു പണം കാണൂല. അത്രയും തീട്ടപ്പെടാടോ സാറേ. ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ. അങ്ങനെയൊക്കെ ഈ പ്രൊഡ്യൂസർ താടിക്കാരൻ അപരാധി പറയാണ്, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. അതിന് തെളിവ് കാണിക്കടാ. നിന്നെയൊക്കെ ഞാൻ കൺമുമ്പിൽ കണ്ട നീയൊക്കെ എന്റെ അടുത്ത് മിണ്ടാൻ പോലും വരാനുള്ള യോഗ്യതയില്ല. എടാ താടി വെച്ച അന്ത അട്ടാസിന്റെ പ്രൊഡ്യൂസറെ, എടാ മാധവ് സുരേഷ് ഗോപിന്റെ മോനെ, എന്റെ ഡാഡി ഒറ്റടത്തിനെ പറഞ്ഞു വിടില്ലട്ടാ. സിനിമാക്കാർ പട്ടികളെ ഞാൻ പറയുന്നത്. അന്നവന്മാര് കൊന്നാ മതിയായിരുന്നു, ഒറ്റയടിക്ക് തീർന്നില്ല. ഇത് കൊലയാണല്ലോ. എനിക്കെതിരെ ഒരു തെളിവ് കാണിച്ചു കഴിഞ്ഞാല് ഈ പണി ഞാൻ നിർത്തും. റിവ്യൂ ചെയ്തിട്ട് ഊമ്പണ്ട ആവശ്യം എനിക്കില്ല കേട്ടോ. ഇനി എന്റെ മുമ്പിനെങ്ങാനും വന്ന് വിട്ടാ തെറി കൊണ്ട് ഞാൻ അഭിഷേകം ചെയ്യുമെന്ന് പറഞ്ഞ നിന്റെ അച്ഛനോട്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരാം.